എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം തീരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റു. അതിനുശേഷം നമ്മൾ ഫ്രഷായി അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ വളരെ രാവിലെ തന്നെ പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. ഇത് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൻ്റെ കാവാണ്. അപ്പോൾ നമ്മൾ കാവിലൊക്കെ പോയി അവിടെ ഓരോരുത്തരും പാട്ട് പാടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വീടിനടുത്ത് നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഈ അമ്പലത്തിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉള്ള ഒരു നടത്തവും പ്രഭാതത്തിലെ കാഴ്ചകളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നതാണ്. കരുമാടി കാമപുരത്ത് ശ്രീ ശങ്കരനാരായണമൂർത്തി ക്ഷേത്രമാണിത്. പുരാതനമായൊരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രനടയ്ക്ക് നേരെ മുൻഭാഗത്തുള്ള കൽവിളക്കിന് ചലനം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അടുത്തടുത്തായി 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ കരുമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്ന ബുദ്ധപ്രതിമ സംരക്ഷിച്ചിരിക്കുന്ന ബുദ്ധമണ്ഡപവും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായി തന്നെ തെക്ക് ഭാഗത്ത് കരുമാടി കാവിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ വടക്ക് ദിശയിലേക്ക് ദർശനമുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഈ 2 ക്ഷേത്രങ്ങളിലെയും ഉത്സവം ഒരു വലിയ ഉത്സവമായാണ് നമ്മുടെ നാട്ടിൽ ആചരിക്കപ്പെടുന്നത്. 8 ഉത്സവങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഉത്സവത്തിൻ്റെ അവസാന ദിനമായ 8ാം ഉത്സവത്തിനാണ് കാവിൽ ശ്രീ ഭദ്രകാളി ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വന്ന സമയത്ത് തന്നെ ഇവിടെ പൊങ്കാല ഇടുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ വന്നു ചേർന്നിട്ടുണ്ട്. അവരോരോരുത്തരും അവരുടെ പൊങ്കാല ഇടുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. രാവിലെ 9 മണിക്കാണ് ഇത്തവണത്തെ പൊങ്കാല ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 അമ്പലത്തിലും പോയി. അതിനുശേഷം അവിടുത്തെ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു നമ്മൾ തിരികെ വീട്ടിലേക്കെത്തി. അടുത്ത ദിവസം നമ്മുടെ തമ്പൂട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിന്ന് കുറേ ജോലികളുണ്ട്. വീട്ടിലേക്ക് തിരികെ എത്തിയ ശേഷം നമ്മൾ ചായ എടുത്തിട്ട് വന്ന് നമ്മുടെ പുറത്തുള്ള ചെടികളൊക്കെ നോക്കി പടിയിലിരുന്ന് ചായ കുടിച്ചു. ഈ സമയത്ത് നമ്മുടെ തമ്പൂട്ടൻ ഉറക്കമെണീറ്റ് വരുന്നുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് ആൾ എണീറ്റിരുന്നില്ല, അതുകൊണ്ട് പിന്നെ കൊണ്ടുപോയില്ല. ഇനി നമ്മുടെ തമ്പൂട്ടന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങി നടക്കണം. അങ്ങനെ തമ്പൂട്ടനുമായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു വന്നു. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാറൊക്കെ തയ്യാറാക്കി. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കി കഴിച്ചത്. അടുത്ത ദിവസം നമ്മുടെ തമ്പൂട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ ആലപ്പുഴ വരെ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ മുല്ലയ്ക്കലെത്തി. അവിടുന്ന് ഒരു ബേബി ഷോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇന്ന് വൈകുന്നേരം നമ്മുടെ അമ്പലത്തിലെ ആറാട്ടായതുകൊണ്ട് തന്നെ വൈകിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുമ്പോൾ പൂവൊക്കെ വെച്ചിട്ട് പോകണമെന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ മുല്ലയ്ക്കൽ അമ്പലത്തിന് അടുത്തുള്ള ഒരു പൂക്കടയിൽ നിന്നും കുറച്ച് പൂക്കളൊക്കെ വാങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദകൂട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എത്തിയപ്പം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയി. 2 മണി കഴിഞ്ഞിട്ടും അമ്പലത്തിലെ തിരക്ക് തീർന്നില്ല. ഇന്ന് തീരുന്ന ദിവസമായതുകൊണ്ട് തന്നെ നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറ് വാങ്ങാനുള്ള ക്യൂ ഒക്കെ നിന്നു. അതിനുശേഷം നമുക്ക് ചോറ് കിട്ടി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഊണൊക്കെ കഴിച്ചു. നമ്മൾ നാട്ടിലുള്ള സമയത്തും ഫ്രീ ആയിട്ടുള്ള സമയത്തുമൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത്. ഇത്തവണ നമുക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി കരുതുന്നു. അങ്ങനെ അമ്പലത്തിലെ പ്രസാദകൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് അമ്പലത്തിലെ പൊങ്കാല പായസം അയൽവക്കത്തുള്ള ചേച്ചി കൊണ്ടുവന്ന് വീട്ടിൽ തന്നിരുന്നു. അപ്പം നമ്മളത് കഴിച്ചു. സന്ധ്യയാകാറായി വന്നപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ആറാട്ട് പുറപ്പെടുന്നത് കാണാനായിട്ട് പോയി. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആറാട്ട് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഓരോ ദിവസവും ഓരോ കരക്കാർ വഴിപാടായിട്ടാണ് ഓരോ പരിപാടികളും സമർപ്പിക്കുന്നത്. അപ്പോൾ വിവിധ ഇനം കലാപരിപാടികളും അതുപോലെ തന്നെ കലാരൂപങ്ങൾ കൊണ്ടുള്ള ഘോഷയാത്രയുമൊക്കെ നടത്താറുണ്ട്. വൈവിധ്യമാർന്ന കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളും ചെണ്ടമേളവും ഒക്കെ ഇവിടെ
വളരെ ഗംഭീരമായി തന്നെ നടത്തി വരുന്നതായിട്ട് കാണാം. എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ കരക്കാരുടെ വകയുള്ള പരിപാടികൾ കാണാൻ എല്ലാവരും പോകാറുണ്ട്. എല്ലാവരുടെയും ഒത്തുചേരലിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷങ്ങളാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ നമുക്ക് കാണാം.
ഉത്സവത്തിന് അമ്പലത്തിൽ കൊടിയേറുന്നത് മുതൽ കൊടിയിറങ്ങുന്നത് വരെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ഒത്തുചേരലിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് നമുക്ക് കാണാൻ കഴിയുക. രാത്രിയിൽ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് നമ്മൾ ചോറാണ് വൈകിട്ട് കഴിച്ചത്. ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. മറ്റൊട്ടനവധി ജോലികളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്സവത്തിൻ്റെ കൊടി ഇറങ്ങി. അടുത്ത വർഷത്തെ ഉത്സവ കൊടിയേറ്റിനുള്ള ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാളുകളെ വരവേൽക്കാനായി നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.